എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ആളുകൾ വിളിക്കുന്നത് രാവിലെ എൻ്റെ നമ്പറിലാണ്. അതുപോലെ ഞാൻ സ്റ്റീഫനോട് ചോദിക്കുകയായിരുന്നു, എവിടെയായിരുന്നു ഇത്ര നാളെന്ന്. നമ്മുടെ ഏറ്റവും ദുഃഖകരമായിട്ടൊരു വാർത്ത നമ്മൾ കേട്ടിട്ട് അധികം ദിവസമായിട്ടില്ലല്ലോ. വിനേഷല്ല തകർന്നു പോയത്, നമ്മളാണ് തകർന്നു പോയത്. ക്രിക്കറ്റ് ടീമിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് നൽകിയ തുകയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ഫുട്ബോളേഴ്സും അവർ ആനന്ദിപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു ഫുട്ബോൾ താരം എന്നെ ആനന്ദിപ്പിച്ചിട്ടില്ല. നമുക്ക് പണ്ട് ഇവിടെ ഒരു ചേട്ടത്തി ഉണ്ടായിരുന്നു, കോട്ടയായിട്ട് വരുന്നത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹീറോ എന്ന് പറയുന്നത് വറുതുണ്ണിയാണ്. എന്തിന്, നമ്മുടെ മഹാത്മാഗാന്ധി പോലും ഒരു ഫുട്ബോൾ ടീമിൻ്റെ മാനേജറായിരുന്നു ഇന്നത്തെ ആളിൽ. എത്ര പേർക്കറിയാം? കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൻ്റെ കായിക രംഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും പുലർത്തുന്ന ഒരാളല്ല. അധ്യക്ഷ പ്രസംഗമാണ് ശ്രീ MP സുരേന്ദ്രൻ. മുതിർന്ന പത്രപ്രവർത്തകനും സംസ്കാരം, കല, ഫുട്ബോൾ മേഖലകളിൽ ഏറെ രചനകൾ നടത്തിയിട്ടുമുള്ള ഇദ്ദേഹം മാതൃഭൂമിക്ക് വേണ്ടി 3 ഏഷ്യാഡുകളും ഒരു ഫിഫ ലോകകപ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്രപ്രവർത്തന മേഖലയിൽ ശക്തിദുർഗമായി വിരാജിക്കുന്ന ശ്രീ MP സുരേന്ദ്രൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ പ്രോഗ്രാം തലവനായി പ്രവർത്തിച്ചു വരുന്നു. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എൻ്റെ അയൽവക്കത്ത് നിന്നാണ് സുരേന്ദ്രൻ സാറ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. മാതൃഭൂമി വിട്ടു. മാതൃഭൂമി വിട്ടതൊന്നും ഇപ്പോഴും ആളുകൾ അറിയില്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ആളുകൾ വിളിക്കുന്നത് രാവിലെ എൻ്റെ നമ്പറിലാണ്. കാരണം എൻ്റെ നമ്പർ 20 കൊല്ലമായിട്ട് ഇവിടെ തൃശ്ശൂരിലെ നമ്പർ, റെസിഡൻസ് നമ്പർ എൻ്റെ ഫോണാണ്. അപ്പോൾ ഈ ഫോണിലേക്ക് വിളി വരുന്നത്. അപ്പം ഞാൻ മാതൃഭൂമി വിട്ടു. കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ്റെ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള കോച്ചിങ് എക്സലൻസ് ആൻഡ് മീഡിയ അവാർഡിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ചടങ്ങിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഫുട്ബോൾ റൈറ്റർ കൂടിയായിട്ടുള്ള ഒളിമ്പിക്സ്, വേൾഡ് കപ്പ് ഫുട്ബോളിനെ കുറിച്ച്, ലോകകപ്പ് ചരിത്രത്തിൽ, ഫുട്ബോളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ്. പന്നിയൻ രവിചേട്ടൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വിക്ടർ മഞ്ചിലിയുണ്ട്. പിന്നെ നമ്മുടെ ക്രൈസ്റ്റ് കോളേജിലെ മാനേജർ ഫാദർ PT ജോയ് ഇവിടെയുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വാസ്തവത്തിൽ ഞാൻ ആൻ്റണിയോട് ചോദിക്കണമെന്ന് വിചാരിച്ചു, എവിടെയായിരുന്നു ഇത്ര നാളും എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്പിരിറ്റ് സിനിമയിൽ തിലകനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, എവിടെയായിരുന്നു ഇത്ര നാളെന്ന്. കാരണം അദ്ദേഹത്തിന് സിനിമാ ലോകം മുഴുവൻ അകറ്റി നിർത്തിയിട്ട് പിന്നീട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരു കമിയോ റോള്, ഒരു 3 എന്താ പറയുന്നത്, സീനിൽ മാത്രം വരുന്ന ഒരു റോളിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് പൃഥ്വിരാജ് ആ സിനിമയിലൊരു സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, എവിടെയായിരുന്നു ഇത്ര നാളെന്ന്. അതുപോലെ ഞാൻ സ്റ്റീഫനോട് ചോദിക്കുകയായിരുന്നു, എവിടെയായിരുന്നു ഇത്ര നാളെന്ന്. ഈ മനുഷ്യൻ ഫുട്ബോളിനോടൊരു സ്നേഹം കൊണ്ടാണ് ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. പക്ഷേ ആ സ്നേഹമൊക്കെ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കാണുമോ എന്ന് എനിക്ക് വലിയ സംശയമാണ്. കാരണം നമ്മുടെ ഇന്നത്തെയൊക്കെ ഫുട്ബോൾ ലോകവും അതിൻ്റെ ഗവേണിംഗ് ബോഡികളും അതുപോലെ തന്നെ അതിൻ്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ, അത്തരം ആളുകളൊക്കെ മിക്കവാറും രാഷ്ട്രീയക്കാരോ മറ്റു ആളുകളോ ആവും. നമ്മുടെ ഏറ്റവും ദുഃഖകരമായിട്ടൊരു വാർത്ത നമ്മൾ കേട്ടിട്ട് അധികം ദിവസമായിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ ആ വിനേഷ് ഫോഗട്ട് എങ്ങനെയാണ് ആ മത്സരത്തിൽ പങ്കെടുക്കാതിരുന്നത്? ഒരു 100 ഗ്രാം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ 140 കോടി ജനങ്ങളുടെ എന്താ പറയുന്ന അവരുടെ സ്വപ്നം തകർത്തത്. വിനേഷല്ല തകർന്നു പോയത്, നമ്മളാണ് തകർന്നു പോയത്.
അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു ഭരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഫുട്ബോളിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇതിലൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് യഥാർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും. നിങ്ങൾക്കറിയാം, വെറും 42 കോടി മാത്രമാണ് AIF ഒരു കൊല്ലത്തെ ബജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. 42 കോടി രൂപ. മിനിഞ്ഞാന്ന് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സ്റ്റാഫിന്, കളിക്കാർക്കല്ല, അവരുടെ സ്റ്റാഫിന് നൽകിയത് 47.5 കോടി രൂപയാണ്. ക്രിക്കറ്റ് ടീമിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് നൽകിയ തുകയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ക്രിക്കറ്റ് താരങ്ങളുടെയോ മാനേജറുടെ തുകയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. 4822 23 കോടി രൂപയാണ് BCCI ഒരു വർഷം ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. 2023-24 അവരുടെ വരുമാനം 18,000 കോടി രൂപയാണ്. ഫുട്ബോളിനെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് ഒരു 500 കോടിയെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച വന്നപ്പോൾ ഞാൻ പറയണ്ടായി. കാരണം ഫുട്ബോൾ ആകെ മാറി. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ഫുട്ബോളേഴ്സും അവർ ആനന്ദിപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു ഫുട്ബോൾ താരം എന്നെ ആനന്ദിപ്പിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ച കണ്ടശാങ്കടവിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹീറോ എന്ന് പറയുന്നത് വറുതുണ്ണിയാണ്. കാരണം അയാളാണ് അന്നത്തെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത്, ഫുട്ബോളർ എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിലുള്ളൊരു സ്വപ്നത്തിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. പക്ഷെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ കളിക്കാരും സ്വപ്നങ്ങളുടെ പുറകെ സഞ്ചരിച്ചവരാണ്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ഇതിൻ്റെ പിന്നാലെ എൻ്റെ ഒരു വഴി ഇതാണെന്ന് കണ്ടുവന്ന് അവസാന ഘട്ടത്തിൽ മാത്രം പ്രൊഫഷണലായിട്ട് മാറിയ നൂറുകണക്കിന് കളിക്കാർ ജീവിച്ചൊരിടമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്നത്തെ ഫുട്ബോൾ എന്ന് പറയുന്നത്, ഒരു കുട്ടി 8ാമത്തെ വയസ്സിലോ 7ാമത്തെ വയസ്സിലോ ജനിക്കുമ്പോൾ അവനൊരു പ്രൊഫഷണൽ ആവാൻ വേണ്ടി മാത്രം ഫുട്ബോളിൻ്റെ രംഗത്ത് വരുന്ന ആളുകളാണ്. ഞാൻ ഡ്രോഗ്ബയുടെ ആത്മകഥ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഡ്രോഗ്ബേനെ കഴുത്തിൽ ഒരു കാർഡ്ബോർഡ് മാത്രം കെട്ടിയിട്ട് ഡിഡിർ ഡ്രോഗ്ബ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അബിജാൻ വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്തിലേക്ക് പാരീസിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കുകയാണ് 11ാമത്തെ വയസ്സിൽ. 11ാമത്തെ വയസ്സിൽ ഈ പയ്യൻ വിമാനത്താവളത്തിൽ അവൻ്റെ അമ്മാവൻ ഫ്രാൻസിൽ പോയിട്ട് നീ എങ്ങനെയെങ്കിലും പോയിട്ട് കളിക്കുമെന്ന് പറഞ്ഞ് 11ാമത്തെ വയസ്സിൽ കഴുത്തിലൊരു ബോർഡ് കെട്ടിയിട്ട് ഇവനെ കയറ്റിയിട്ട് അങ്ങോട്ട് വിടുകയാണ്. കാരണം ഇവൻ്റെ കാലിന്മേൽ പന്ത് വന്നു കഴിഞ്ഞാൽ അവനത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയാം. 2 വർഷമേ അവന് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുള്ളൂ, ഒരു കാർ ഷെഡിൽ താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ഡ്രോഗ്ബ ആരാണെന്ന് വളരെ കൃത്യമായിട്ട് ഫ്രാൻസിലെ മാഴ്സൈ ക്ലബിന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ ഒരു കയറ്റുമതിയാണ്. നമ്മൾ ഗാനയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അക്ര എന്ന് പറയുന്നതിൻ്റെ തലസ്ഥാനമാണ്. 6000 ഫുട്ബോൾ അക്കാദമികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. 6000 ഫുട്ബോൾ അക്കാദമി, എല്ലാം ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരില്ല, പല പേരുകളിലാണ്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ അമ്മമാർ പറയും, നിങ്ങൾ ക്രൈസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ധ്യാനിക്കാൻ തോന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ഫുട്ബോളിനെ ധ്യാനിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ് ഈ അമ്മമാർ മുഴുവൻ കുട്ടികളെ പറഞ്ഞയക്കും. കാരണം വിശപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവരിവിടെ പോയി പതുക്കെ അവർക്ക് നല്ല ഫുഡ് കിട്ടും. അപ്പോൾ കുറച്ചൊക്കെ ഒരു ന്യൂട്രീഷനൊക്കെ ഉള്ള ഫുഡ് അവർക്ക് കിട്ടും. അവർ കളിക്കും. കളിയിലും മിടുക്കന്മാരായുള്ള ആളുകൾ സ്കൂളിൽ ചേർക്കും. അതിനോട് അറ്റാച്ച് ചെയ്ത് ഏതെങ്കിലും സ്കൂളിനോട് അറ്റാച്ച് ചെയ്തിട്ട് അവരവിടെ ചേരും. അതിൽ നിന്ന് നമുക്കൊരു 10-12 പേരെ കിട്ടിയാൽ മതി. ആ 12 പേരെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ക്ലബ്ബുകൾക്ക് അതൊരു വലിയ നിധിയാണ്. ലോകത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ മുഴുവൻ അങ്ങനെ നൂറുകണക്കിന് കഥകൾ ഞാൻ വായിച്ചിട്ടുള്ള ആളാണ്. എന്തിന്, നമ്മുടെ മഹാത്മാഗാന്ധി പോലും ഒരു ഫുട്ബോൾ ടീമിൻ്റെ മാനേജറായിരുന്നു ഇന്നത്തെ ആളിൽ. എത്ര പേർക്കറിയാം അദ്ദേഹം ഫുട്ബോൾ കളിച്ചിരുന്നു എന്നുള്ളത്? അദ്ദേഹം ഫുട്ബോൾ കളിച്ചു, അദ്ദേഹം ഫുട്ബോൾ ക്ലബിൻ്റെ മാനേജരായി, കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ഒരു ടീമുണ്ടാക്കി, അവിടെ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. അദ്ദേഹം ബൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും പലരും, അപൂർവമായൊരു ചിത്രമാണ്. അപ്പോൾ എല്ലാ കാലത്തും ഫുട്ബോൾ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അതൊരു സംഘടിതമായ കായിക രൂപമാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കൂ, ഒരാൾ മാത്രമല്ലല്ലോ, 11 കളിക്കാരും ചേർന്നിട്ടുള്ള നമ്മളൊരു ശില്പം ഉണ്ടാക്കുന്നത് പോലെയാണ്, ഒരു വലിയ ഗോപുരം ഉയർത്തുന്നത് പോലെയാണ് ആ കളി. അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളുടെയും അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്കില്ല് കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് ആ കളി രൂപപ്പെടുക. അത് 4-3-3 ആവും, അല്ലെങ്കിൽ അത് 4-2-4 ആവും, 4-4-2 ആവും. അങ്ങനെ ആവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഗോപുര സമാനമാണ് അതിൻ്റെ സ്ട്രക്ചർ പോകുന്നത് തന്നെ.
അപ്പോൾ ഈ ഫുട്ബോളിനെ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അതിന് നമ്മൾ പതുക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ സിനിമ വന്നപ്പോൾ കഥാപ്രസംഗം പോയി, നമ്മുടെ നാട്ടിൽ നിന്ന് നാടകം പോയി, നമ്മുടെ നാട്ടിൽ നിന്ന് ബാലെ പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഫുട്ബോൾ നമ്മൾ കൊണ്ടുവന്ന ഫുട്ബോളിനെ 1962 ശേഷം നമുക്ക് ഈ ക്ലബ്ബ് ഫുട്ബോൾ ഉണ്ടായതല്ലാതെ ഒഴിച്ചാൽ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ തലത്തിലുള്ള മാറ്റങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലേതായി. ഇന്നും AIF ഒരു യഥാർത്ഥത്തിൽ ഒരു റയൽ മാഡ്രിഡിൻ്റെ ഒരു കണക്ക് തന്നെ അത്ഭുതപ്പെട്ടാൽ നമ്മൾ കേട്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അല്ലെങ്കിൽ അയാക്സിൻ്റെ ഒരു ട്രെയിനിങ് സിസ്റ്റം കേട്ടാൽ തന്നെ നമ്മളത് അത്ഭുതപ്പെട്ടു പോകും. അതിൻ്റെ ഉള്ളിലത്തെ മെഷീനറികളും അതിൻ്റെ ഉള്ളിലുള്ള ഞാൻ അപ്പോഴും ആലോചിക്കുന്നുണ്ട്, അവരുടെ ഹെൽത്ത് ഡിവിഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെയാണ് നമുക്ക്. കാരണം മുഴുവൻ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസാണ് മുഴുവൻ. അപ്പോൾ അവൻ്റെ മസിൽ സ്ട്രെങ്തനിങ്, അവൻ്റെ ന്യൂട്രീഷൻ സംബന്ധിച്ചിട്ടുള്ള അവൻ്റെ സ്ലീപ്പ് ടെക്നോളജി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ റണ്ണിങ് വെലോസിറ്റി സംബന്ധിച്ചുള്ള പഠനങ്ങൾ, അങ്ങനെ മാക്രോ ആൻഡ് മൈക്രോ സ്റ്റഡീസാണ് മുഴുവൻ. അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ ഫുട്ബോൾ ക്ലബിലും ഫുട്ബോളിനുമായിട്ട് അവർക്ക് 4-5 ഡിവിഷൻ്റെ ടീമേ ഉള്ളൂ. അതിലൊരു 100 പേരുണ്ടെങ്കിൽ 300 പേരാണ് അവിടെ ടെക്നോളജി ആ ഡിവിഷനിൽ വർക്ക് ചെയ്യണത്. 300 പേരാണ് അവിടെ വർക്ക് ചെയ്യണത്. അവരാണ് അന്തിമമായിട്ട് എങ്ങനെയാണ് ഒരു ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യണതെന്ന് പഠിപ്പിച്ചു തരുന്നത് അവരാണ് നമുക്ക്. അപ്പം നമ്മൾ ആ രീതിയിൽ മാറി, പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ രംഗം മുഴുവൻ നമ്മൾ മാറി. ഇത് ഒരു വലിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു വ്യവസായമായിട്ട് മാറി. ഫീഫ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ 3-4 വേൾഡ് കപ്പിന് പോയ ആളാണ്. പക്ഷെ ആ 4 വേൾഡ് കപ്പിൽ ഞാൻ കാണുമ്പോൾ അതിൻ്റെ ബജറ്റ് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത് 8,000 കോടിയിൽ തുടങ്ങി 18,000 കോടിയിലേക്ക് എത്തി, 29,000 കോടിയിലേക്ക് എത്തി, 33,000 കോടിയിലേക്ക് വന്നു. ഇപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റ് നടത്തുകയാണത്. ഒളിമ്പിക്സ് ഒന്നും അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അപ്പോൾ ഈ വിധത്തിൽ ഫുട്ബോൾ ലോകത്തെങ്ങും പടരുകയും അത് ഒരു വലിയ ജനകീയ ഗെയിമായിട്ട് മാറുകയും ചെയ്യുമ്പോൾ ഇത്രയും ആളുകളും കുട്ടികളും, ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള യുവാക്കളുടെ നിരയാണ്. 62 കോടിയാണ് നമ്മുടെ കയ്യിൽ. ശരിക്കും ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ മൂലധനം എന്ന് പറയുന്നത്. ഈ റിസോഴ്സാണ്, ഹ്യൂമൻ റിസോഴ്സാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ടീമിനെ നമുക്കൊരു ടീമിനെ ഉയർത്താൻ കഴിയാത്തത് നമ്മുടെ പദ്ധതികളുടെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ വ്യവസ്ഥിതിയുടെ ഒരു വലിയ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ക്രിക്കറ്റ് വരികയും അത് മുഴുവൻ ഓവർഷാഡോ ചെയ്യുകയും ചെയ്യുന്നൊരു ലോകത്ത് ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്ന് പറയുന്നത്, അത് ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതം എന്ന് പറയുന്ന അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പോരാട്ടത്തിൻ്റേതാണ്, ഒരു ചലഞ്ചിൻ്റേതാണ്. ഇപ്പോൾ വിക്ടറിനെ പോലുള്ള ആളുകൾ, CDയെ പോലുള്ള ആളുകളൊക്കെ ആ ഫുട്ബോളിനോടുള്ള പ്രണയം കൊണ്ട് അവരതിൻ്റെ കൂടെ സഞ്ചരിച്ച ആളുകളാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതല്ല. അത് ഒരു വലിയ ഒരു എന്താ പറയുന്നത്, ഒരു സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കായിക രൂപമായിട്ട് മാറിക്കഴിഞ്ഞു ലോകത്ത് എല്ലായിടത്തും. അപ്പോൾ ആ രീതിയിലുള്ളതിൽ നിന്നും പുതിയ കുട്ടികളെ നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരിക, കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് വലിയ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ അക്കാഡമികൾ ഉണ്ടാവുക എന്ന് തന്നെയാണ് അർത്ഥം. ഫുട്ബോൾ അക്കാഡമികളാണ് ഏറ്റവും പ്രധാനം. അവർ കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനം. 100 കുട്ടികളെ തിരഞ്ഞെടുത്താൽ നമുക്ക് ഒരു ടീം ഉണ്ടാക്കാനുള്ള കുട്ടികളെ പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമുക്ക് 5-6 കുട്ടികളെ മാത്രമേ കിട്ടുള്ളൂ. പലപ്പോഴും അത്തരത്തിലുള്ള കുട്ടികൾ പല ക്ലബ്ബുകളിലും ഞാൻ പുറത്തു പോയി കണ്ടിട്ടുള്ള പല ക്ലബ്ബുകളിലും അങ്ങനെയുണ്ട്. അവരൊക്കെ നടത്തുന്ന ഒരു 20,000 കുട്ടികളിൽ നിന്നൊക്കെ എടുക്കുന്നത് ഒരു 5 കുട്ടികളെയൊക്കെ എടുക്കുന്നത്. ലാസ്റ്റ് അവർക്ക് ഒരു 5 കുട്ടികളെ കിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ഇത്ര അധികം ഹ്യൂമൻ റിസോഴ്സ് ഉള്ള സമയത്ത് നമുക്ക് ഈ കുട്ടികൾക്ക് ഒന്ന് തിരഞ്ഞെടുത്താലും നമുക്ക് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ, ഒരു 5 വർഷം നീളുന്ന 10 വർഷം നീളുന്ന ഒരു ട്രെയിനിങ് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയാത്ത ഒരു വലിയ ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കല്ലറക്കൽ ഇത് പറഞ്ഞപ്പോൾ, സ്റ്റീഫൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ വൈകിപ്പോയി എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം ഇത് നേരത്തെ നമുക്ക് ഒരുപാട് അക്കാദമികളും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ സർക്കാരുകൾക്ക് പോലും ഈ ഫുട്ബോൾ എങ്ങനെ നിലനിർത്തണമെന്ന് നമുക്കറിയില്ല. അതാണ് അതിൻ്റെ വലിയ പ്രശ്നം. 121 കോടി രൂപ മാത്രമാണ് AIFൻ്റെ ഒരു കൊല്ലത്തെ വാർഷിക വരവെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് പലതരത്തിലുള്ള സ്പോൺസർഷിപ്പിൽ നിന്നും
ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന എല്ലാ വരുമാനം ചേർത്താണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പം നമ്മളൊരു അക്കാഡമി ഉണ്ടാക്കണമെങ്കിൽ ആ അക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിൻ്റെ ഫെസിലിറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അത് എത്രമാത്രം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇതിനോടൊക്കെ പടവെട്ടി കുട്ടികളെ, വളരെ കുട്ടികളെ അവിടെ നിന്നൊക്കെ കണ്ടെത്തി വളരെ വിഷമിച്ചും ത്യാഗം സഹിച്ചിട്ടും നമ്മൾ ഓരോ സ്ഥലത്തും കേരളത്തിലെ 16,000 ക്ലബ്ബുകളിൽ നിന്ന് ഈ കുട്ടികളെ ഒക്കെ പലരും കണ്ടെത്തി ഈ ഫുട്ബോളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റീഫൻ ഇങ്ങനൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലുണ്ടായിട്ടുള്ളൊരു വലിയ സംഗതി ഇത് എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എത്ര നാൾ ഇത് മുന്നോട്ട് പോകും? കാരണം ഇതിനൊരു കൺസിസ്റ്റൻസി ആവശ്യമുണ്ട്, ഒരു നിലനിൽപ്പ് ആവശ്യമുണ്ട് ഇതിന്. കാരണം ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളം നമ്മളൊരു കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൻ്റെ കായിക രംഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും പുലർത്തുന്ന ഒരാളല്ല. അപ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല എന്ന് തന്നെ പറയാം യഥാർത്ഥത്തിൽ. കാരണം കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് പുതിയ കാലത്തിൻ്റെ പുതിയ ടെക്നോളജിയുമായിട്ടും പുതിയ സ്പോർട്സ് ഫെസിലിറ്റിയുമായിട്ട് സൗകര്യപ്പെട്ടും അവരെ കൊണ്ടുവരാനോ അവർക്ക് പണം ചെലവാക്കാനോ അവരെ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായിട്ട് വളർത്താനുള്ള യാതൊരു പദ്ധതിയും നമുക്കില്ല. ഇത് കുറേ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഓരോ അസോസിയേഷനും ചെന്ന് കിടക്കുന്നു എന്നല്ലാതെ വേറെ എന്തെങ്കിലും അല്പമുണ്ടോ? ഗുസ്തി ഫെഡറേഷൻ ചെന്ന് കിടക്കുന്നത് ബ്രിജ്ഭൂഷൻ്റെ കയ്യിലാണ്. ബ്രിജ്ഭൂഷൻ്റെ പ്രത്യേകത എന്താ? 12 UP മണ്ഡലങ്ങളിൽ സ്വാധീനം അയാളുടെ കയ്യിലാണ്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രധാനം? ആ 12 പാർലമെൻ്ററി മണ്ഡലങ്ങളിൽ ബ്രിജ്ഭൂഷൻ്റെ സ്വാധീനമാണ് പ്രധാനം. അല്ലാതെ അതുകൊണ്ടാണ് അയാൾക്ക് ഗുസ്തി ഫെഡറേഷൻ ഇതുമെല്ലാം അയാളുടെ തലയിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അയാളാണ് ഈ അക്രമം മുഴുവൻ നമ്മളോട് കാണിക്കുന്നത്. അയാളാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ അഭിമാനം എന്നൊരു പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗംഗയിലേക്ക് മെഡൽ ഒഴുക്കേണ്ടി വന്നു. നമ്മൾ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു ഗംഗയിലേക്ക്? ഞാൻ ആകെ കേട്ടിട്ടുള്ളത് മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മെഡൽ കിട്ടിയപ്പോൾ അദ്ദേഹം ഓഹിയോ റിവറിലേക്ക് ഇത് എറിഞ്ഞു കളഞ്ഞു എന്നാണ് അത് അപ്പാർത്തിയുടെ പേരിലാണ് അദ്ദേഹം എറിഞ്ഞു കളഞ്ഞത്. ഇതെന്താ? ഇത് ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ പറയണത് ഒരു വലിയ വ്യവസ്ഥിതി, ഒരു പെൺകുട്ടികളെ ചൂഷണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിയിട്ടുള്ളൊരു വലിയ വെല്ലുവിളിയാണ്. അതിൽ പോലും ഇന്ത്യക്ക് മുഴുവൻ നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യാൻ കാരണം എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു കോച്ചിങ് സെൻറ്റർ, വളരെ ശക്തമായിട്ടുള്ളൊരു എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടൊരു സെൻറ്ററോട് ഉണ്ടാവട്ടെ എന്ന സ്റ്റീഫൻ്റെ ഒരു സ്വപ്നം അത് ഒരിക്കലും കെട്ടുപോകരുതെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഏതായാലും സ്റ്റീഫൻ ചെയ്തൊരു സേവനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. 30,000 കിലോമീറ്റർ ഭാര്യയുമായിട്ട് അയാൾ നടന്നത് ഫുട്ബോളിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഫുട്ബോൾ അയാളുടെ രക്തത്തിലുള്ളത് കൊണ്ടാണ്. അയാളുടെ ഉള്ളിലൊരു വലിയ സ്വപ്നമുള്ളത് കൊണ്ടാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് സന്തോഷ് ട്രോഫിയുടെ പഴയ കാലത്തുള്ള 48 മുതൽ സന്തോഷ് ട്രോഫി തുടങ്ങി. അന്ന് ആ കാലത്തെ കളിക്കാരെല്ലാവരും നമ്മുടെ ഭൂമി വിട്ടു പോയെങ്കിലും എല്ലാ കളിക്കാരെയും നമുക്ക് മാപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അതിലൊരു ഡാറ്റാബേസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ ഡാറ്റാബേസിൽ എല്ലാ കളിക്കാരുടെ ഒരു സേവനങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞു. ഇതൊക്കെ ഭാവി ചരിത്രത്തിൽ അതിനൊക്കെ ഒരു വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഈ പുതിയ മുന്നേറ്റങ്ങൾക്ക് മുഴുവൻ ഞാൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ അവാർഡ് കിട്ടിയ വ്യക്തികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനി നമുക്ക് അവാർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഇനാഗ്രേഷനും മറ്റു കാര്യങ്ങളുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. നന്ദി.